നമസ്കാരം സാഗരി റേസ് പ്ലസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡ് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന്? കുഞ്ഞിലെ തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. സ്കൂൾ ലെവൽ തൊട്ടേ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ അറിയാതെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡ് നോക്കാം. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പം ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ്. ഒരു ഇഞ്ചുറി പറ്റി കിടക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം, ഒരു സഡൻ ആയിട്ട് പെട്ടെന്ന് ഒരു അസുഖം വന്ന് നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു കെയർ കൊടുക്കുന്ന സമയത്ത്, ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് അക്സസിബിൾ ആയിട്ട് ആ ഒരു സാഹചര്യത്തിൽ എന്താണോ പെട്ടെന്ന് അക്സസിബിൾ ആയിട്ട് കിട്ടുന്ന ഫെസിലിറ്റീസും മെറ്റീരിയൽസും അതുകൊണ്ട് കൊടുക്കുന്ന കെയറിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ച് ഒരു ഡോക്ടറിന്റെ കയ്യിലേക്കോ അല്ലെങ്കിൽ ഒരു നഴ്സിന്റെ കയ്യിലേക്കോ ആ ഒരു പേഷ്യന്റിനെ കൊടുക്കുന്നതിന് മുന്നേ ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. സോ റെഗുലർ മെഡിക്കൽ ഹെൽപ്പിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടെമ്പററി ട്രീറ്റ്മെന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഫസ്റ്റ് എയ്ഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് ഒന്ന്, ടു പ്രിസർവ് ലൈഫ്. നമ്മൾ ജീവനെ രക്ഷിക്കുക, ജീവനെ സുരക്ഷിതമാക്കുക, സേവ് ചെയ്യുക, കാത്തു രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത്തേത്, ഒരു ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചുറിയുടെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം. അതായത് പിന്നീട് ഒരു പ്രശ്നം വരാൻ പാടില്ല. ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്, സോ ആ ഒരു ഫർദർ ഇഞ്ചുറി വരാൻ പാടില്ല. അതുപോലെ തന്നെ കണ്ടീഷൻ വേഴ്സൺ ആവാൻ പാടില്ല. അതും എന്താണ്? ഫസ്റ്റ് എയ്ഡിന്റെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ആ ഒരു വിക്ടിമിനെ, അതായത് ഇഞ്ചുറി പറ്റി നിൽക്കുന്ന ഒരു വിക്ടിമിനെ, നമ്മൾ അല്ലെങ്കിൽ കാഷ്വാലിറ്റി എന്ന് പറയാറുണ്ട്. അപ്പൊ ആ കാഷ്വാലിറ്റീനെ അല്ലെങ്കിൽ ആ ഒരു വിക്ടിമിനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കംഫോർട്ട് സോണിലാക്കുക, ഒരു കംഫോർട്ടബിൾ കൊടുക്കണം. വിക്ടിമ് എപ്പോഴും കംഫോർട്ടബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ട്രെങ്ത്, ആ ഒരു ആരോഗ്യം എത്രയും പെട്ടെന്ന് പോസിബിൾ ആക്കിക്കൊണ്ട് ആ ഒരു വിക്ടിമിനെ നമ്മൾ കംഫോർട്ട് ആക്കുക എന്നുള്ളതാണ് പിന്നീട് പറയുന്ന ഫസ്റ്റ് എയ്ഡിന്റെ ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഈ ഒരു ഇഞ്ചുറി പറ്റിയ ആൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റി ആയിട്ട് നിൽക്കുന്ന ആ ഒരു പേഴ്സണ് പ്രൊഫഷണൽ മെഡിക്കൽ കെയർ എത്രയും പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്തതിന് മുന്നേ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു. സോ ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഒരു പ്രൊഫഷണൽ മെഡിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ്, ദ ഫസ്റ്റ് എയ്ഡർ. ആരാണ് ഫസ്റ്റ് എയ്ഡർ? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്കാരെയാണ് ഫസ്റ്റ് എയ്ഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡറിന്റെ ഡ്യൂട്ടീസ് എന്താണ്, ആരാണ് ഫസ്റ്റ് എയ്ഡർ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുമ്പോൾ ഒരു കോമൺ പേഴ്സൺ ആണ്. ആ ഒരു ആള്, ഇന്നൊരു വ്യക്തി നമുക്ക് പറയാൻ പറ്റും, ഒരു കോമൺ പേഴ്സൺ ആണ് ഫസ്റ്റ് എയ്ഡർ. ആ ഒരു ഫസ്റ്റ് എയ്ഡറിന് ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് അറിയാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ ആ പ്രശ്നത്തിന് നമ്മൾ ഫസ്റ്റിൽ ഒന്ന് അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് അറിയാവുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, അയാളുടെ സ്കില്ലിനനുസരിച്ച് ആ ഒരു ആപ്ലിക്കേഷൻ നിറവേറ്റുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫസ്റ്റ് എയ്ഡർ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുമ്പോഴത്തേക്ക്, ഫസ്റ്റ് എയ്ഡറിന്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്താൻ പറ്റണം. ഇപ്പൊ പെട്ടെന്നൊരു ഇഞ്ചുറി പറ്റി കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡർ കൊടുക്കാൻ ആ ഒരു സ്കില്ലുള്ള ആളാണെങ്കിൽ ഓടിപ്പോയി എന്ത് ചെയ്യും? രക്ഷിക്കാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് പെട്ടെന്ന് നെർവസ് ആവുന്ന ആളാണ്, അല്ലെങ്കിൽ തലകറങ്ങി, ബ്ലഡ് കാണുമ്പോൾ തലകറങ്ങി വീഴുന്ന ആളാണ്, ആ ഒരു സ്കില്ലില്ല, എല്ലാവരും നിയന്ത്രിക്കാനുള്ള സ്കില്ലില്ല, ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എന്താണ് സാഹചര്യം എന്ന് അന്വേഷിക്കാനുള്ള സ്കില്ലില്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഒരു ഫസ്റ്റ് എയ്ഡർ എന്തായിരിക്കും? പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ട്രെയിനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു സാഹചര്യം എന്താണ്, പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് എമർജൻസി കെയർ ആണ് കൊടുക്കേണ്ടത്, എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് മൂവ് എന്താണെന്നുള്ള കാര്യം അറിയാൻ പറ്റുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ പേഷ്യന്റിന് പിന്നീട് ഒരു ഫർദർ ഒരു ഇഞ്ചുറി ഉണ്ടാക്കാതെ പേഷ്യന്റിനെ നെസസറി മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കേണ്ട ഒരു സ്കില്ല് ആർക്കുണ്ടാവണം? ഫസ്റ്റ് എയ്ഡറിന് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് എയ്ഡറിന്റെ? ഫസ്റ്റ് പറയുന്നത്, ഷുഡ് ബി എ ഗുഡ് ഒബ്സർവർ. നല്ലൊരു നിരീക്ഷകനായിരിക്കണം. ഒരു സാഹചര്യം എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റണം, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ആര്? ഫസ്റ്റ് എയ്ഡർ. Then next പറഞ്ഞത് ഷുഡ് ബി ഏബിൾ ടു ആക്ട്
ക്വിക്ലി, പെട്ടെന്ന് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റണം. അല്ലാതെ സ്തംഭിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇഞ്ചുറി പറ്റി കിടക്കുന്ന ആളുടെ കണ്ടീഷൻ വേഴ്സ് ആവും. സോ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഷുഡ് നോട്ട് ഗെറ്റ് പാനിക്കി ഓർ എക്സൈറ്റഡ്. അതായത് ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ബ്ലഡ് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് പേടിക്കുന്ന ആൾക്കാർ, തല കറങ്ങി വീഴുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു വെപ്രാളം കാണിക്കുന്ന ഒരാൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ എന്താണ്, പാനിക് ആകാത്ത ഒരാളായിരിക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ഇഞ്ചുറി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ പാനിക് ആകാണ്ട്, പേടിക്കാതെ, എക്സൈറ്റഡ് ആകാണ്ട് ആ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ദെൻ ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു ലീഡ്, കൺട്രോൾ ദ ക്രൗഡ് ആൻഡ് ടേക്ക് ഹെൽപ്പ് ഫ്രം ദി ഓൺലുക്കേഴ്സ്. കാഴ്ചക്കാർ ഉണ്ടാവുമല്ലോ, ഒരു അപകടം പറ്റി കാണുന്ന ഒരു സീനാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ആൾക്കാർ കാണും. ആ ആൾക്കാരുടെ കൂടെ ഹെൽപ്പ് സ്വീകരിച്ചുകൊണ്ട് ഒരു വലിയ ക്രൗഡ് ഉണ്ടായിരിക്കും, ആളുകളുടെ ചുറ്റും ഒരു ക്രൗഡ് ഉണ്ടെങ്കിൽ ആ ക്രൗഡിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, ഒന്ന് ഒതുക്കി നിർത്താനൊക്കെ പറ്റണം. അതുപോലെ തന്നെ ഒരു ലീഡ് കാണിക്കണം, അതായത് മുന്നിട്ടിറങ്ങി ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കണം. ആര് കാണിക്കണം? ഈ ഒരു ഫസ്റ്റ് എയ്ഡർ കാണിക്കണം. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡറിന്റെ ക്വാളിഫിക്കേഷനിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. ഒരു മുറിവ് പറ്റി അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി പറ്റി ഒരു സിവിയർ കേസുമായിട്ട് കിടക്കുന്ന ഒരു പേഴ്സണെ ചെന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് കാണിക്കേണ്ട ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു സാഹചര്യം ഫസ്റ്റിലെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതാണ് നമ്മൾ ഗുഡ് ഒബ്സർവർ എന്ന് പറഞ്ഞത്. ഒബ്സർവ് ചെയ്തിട്ട് ജഡ്ജ് ചെയ്യണം, തീരുമാനം എടുക്കണം. എന്താ നമ്മൾ ചെയ്യേണ്ടത്, എന്ത് കെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്, ഫസ്റ്റ് എയ്ഡ് എങ്ങനെ നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് കാണിക്കേണ്ട, ആ ഒരു ഇഞ്ചുറീസിനെയൊക്കെ ജഡ്ജ് ചെയ്യേണ്ട ഒരാളായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, പലതരത്തിലുള്ള ഇപ്പം സിവിയർ ഇഞ്ചുറീസ് ഉള്ള ആൾക്കാരാണ്, ചിലപ്പോൾ മൈന്യൂട്ട് ഇഞ്ചുറീസ് ഉള്ള ആൾക്കാർ കാണും. അപ്പോൾ ആർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫസ്റ്റ് എയ്ഡറിന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷനിൽ വരുന്ന കാര്യമാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു വിക്ടിം, അതായത് ഇഞ്ചുറി പറ്റി കിടക്കുന്ന ആൾക്കാർക്ക് ഒരു റീഅഷ്വർ കൊടുക്കണം. ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കണം. പെട്ടെന്ന് ഒരു പാനിക് ആയി പോകും, പെട്ടെന്ന് ഒരു ഇഞ്ചുറി പറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് സഡൻ ഇൽനെസ് വരുന്ന സമയത്ത് പേടിച്ചു പോകും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആശ്വസിപ്പിക്കണം. അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു നെർവസ് സ്റ്റേറ്റ്, അതുപോലെ ആങ്ഷ്യസ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ഒരു സിമ്പത്തറ്റിക്കൽ അപ്രോച്ച് ആയിരിക്കണം. അത് നമ്മൾ വിരട്ടിയല്ല ഓടിക്കേണ്ടേ, എന്താണ് കുഴപ്പമൊന്നുമില്ല ഓടിക്കു പൊക്കോ നമ്മളെ പിന്നെ അറിയിക്കാം, അങ്ങനെയല്ല. സിമ്പത്തറ്റിക്കൽ അപ്രോച്ചിൽ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആവശ്യമാണെങ്കിൽ ഗുഡ് കൗൺസിലിംഗ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സീൻ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഫസ്റ്റ് എയ്ഡറിന്റെ റെസ്പോൺസിബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാല്, ഫസ്റ്റ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റണം ഒരാൾ, അല്ലെ? ആ ഒരു ഫസ്റ്റ് എയ്ഡർ എന്തായിരിക്കണം, പെട്ടെന്ന് ആക്സസ് ചെയ്യണം. ഇഞ്ചുറി പറ്റിയിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടല്ല വരേണ്ടത്. ഇഞ്ചുറി പറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റണം. സേഫസ്റ്റ് വേ ആയിരിക്കണം. ഉള്ള ഒരു ഇഞ്ചുറിയെ വീണ്ടും വേഴ്സൺ ആക്കുകയല്ല ചെയ്യേണ്ടത്. സേഫസ്റ്റ് മാനറിൽ ആ ഒരു ഇഞ്ചുറി നമ്മൾ എന്ത് ചെയ്യണം, ഫർദർ വേഴ്സൺ ആവാണ്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. ദെൻ നെക്സ്റ്റ് എന്താ, ആ ഒരു ആക്സിഡന്റ് സീൻ ഒബ്സർവ് ചെയ്യണം, എന്നിട്ട് ആ ഒരു സാഹചര്യം ആക്സസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാഫിക് ഒക്കെ ഒന്ന് ഡയറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിർത്തുക. ആവശ്യമായിട്ടുള്ള ടെലിഫോൺ കോൾസ്, എസെൻഷ്യൽ ടെലിഫോൺ കോൾസ് എല്ലാം ചെയ്യുക. അതുപോലെ ആ ഒരു സാഹചര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ എൻജിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു കമാൻഡ് കൊടുക്കേണ്ടതും ഈ ഒരു ഫസ്റ്റ് എയ്ഡർ ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഈ ഒരു കാഷ്വാലിറ്റി, അതായത് ഇഞ്ചുറി പറ്റി കിടക്കുന്ന ആള് അൺകോൺഷ്യസ് ആണോ, കോൺഷ്യസ് ആണോ, അലൈവ് ആണോ, ഡെഡ് ആണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അത് ഫൈൻഡ് ചെയ്യാൻ, കണ്ടുപിടിക്കാനേ പറയുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളുക. ഈ ഒരു പോയിന്റ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കാഷ്വാലിറ്റി അൺകോൺഷ്യസ് ആണോ, ബോധമില്ലാത്ത ആളാണോ, അതോ ബോധമുള്ള ആളാണോ, അതുപോലെ ജീവനുണ്ടോ ജീവൻ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം, കണ്ടുപിടിക്കണം. അത് ഫസ്റ്റ് എയ്ഡറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ കാഷ്വാലിറ്റി സഫർ ചെയ്യുന്ന ഡിസീസ് ഏതാണ്, കണ്ടീഷൻ ഏതാണെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഇമീഡിയറ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ഉള്ള അഡക്വേറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അത് ഫസ്റ്റ് എയ്ഡ് മെഷറിൽ വരുന്നതാണ്, അല്ലാണ്ട് വലിയ സർജറി കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ്, കയ്യിലുള്ള എക്യുപ്മെന്റ്സ് വെച്ചുകൊണ്ട് ഒരു ടെമ്പററി കെയർ കൊടുക്കുക. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആ ഒരു സിവിയറിറ്റി, ആദ്യം ഒരു ഇഞ്ചുറി പറ്റി കിടക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ആ ഒരു ഇഞ്ചുറി പറ്റിയ ആളിന്റെ അല്ലെങ്കിൽ ആ ഒരു വിക്ടിമിന്റെ ബ്രീത്തിങ്ങും അതുപോലെ സർക്കുലേഷനും നമ്മൾ റീസ്റ്റോർ ചെയ്യുക. ഈ ഒരു കാര്യം
കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റിലെ നമ്മൾ എന്താണ്, ബ്രീത്തിങ്, അവരുടെ റെസ്പിറേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കേണ്ട ഒരു ഫിസിയോളജിക്കൽ പ്രോസസ് ആണ് റെസ്പിറേഷൻ. സോ ബ്രീത്തിങ് എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ ബ്ലഡിന്റെ സർക്കുലേഷനും ഇത് രണ്ടും റീസ്റ്റോർ ചെയ്യണം. ഇനി ഇത് രണ്ടും റീസ്റ്റോർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളുക. ഫസ്റ്റ് ബ്രീത്തിങ് റീസ്റ്റോർ ചെയ്യുക, ദെൻ ബ്രീത്തിങ്ങും സർക്കുലേഷൻ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. ദെൻ വേണം എന്ത് ചെയ്യേണ്ടത്, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത്, ഇപ്പൊ ഒരു ആക്സിഡന്റ് സീൻ ആണെന്ന് വെക്കുക, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു ആക്സിഡന്റ് സീൻ ആണെന്ന് വെക്കുക, അവിടെ ഒന്നിലധികം കാഷ്വാലിറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു കാഷ്വാലിറ്റിക്ക് മൈനർ ഇഞ്ചുറീസ് ആണ്, കുറച്ച് മുറിവുകളേ ഉള്ളൂ. വേറൊരു കാഷ്വാലിറ്റി, വേറൊരു വിക്ടിമിന് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് ഒരു കുറച്ച് അറ്റൻഷൻ കൂടുതൽ കൊടുക്കേണ്ടത്, ആ ഒരുപാട് ഇഞ്ചുറീസ് പറ്റിയ ആൾക്കാർ. 2 പേർക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. പക്ഷേ സിവിയർ ആയിട്ട് ഇഞ്ചുറി പറ്റിയ ആൾക്ക്, സിവിയർ ആയിട്ട് ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ആ ഒരു കാഷ്വാലിറ്റിക്ക് വേണം നമ്മൾ കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാനുള്ളത്. ആ ഒരു കാര്യം ഈ ഒരു എന്താണ് ഫസ്റ്റ് എയ്ഡേഴ്സും മനസ്സിൽ വച്ചിരിക്കേണ്ട കാര്യമാണ്. ഇഞ്ചുറി പറ്റിയ എല്ലാവർക്കും നമ്മൾ ഇമ്പോർട്ടന്റ് കെയർ കൊടുക്കണം, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ കാഷ്വാലിറ്റീസ് അധികമാണ്, ഒന്നിലധികം ആൾക്കാരുണ്ട്, അതിൽ മൈനർ ഇഞ്ചുറി പറ്റിയ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത് കെയർ കൊടുത്താൽ മതി. പ്രൈമറി കെയർ എപ്പോഴും എന്തായിരിക്കണം, ഒരുപാട് ഇഞ്ചുറി ഉള്ള ആൾക്കായിരിക്കണം എന്നുള്ള കാര്യം. നെക്സ്റ്റ് പറയുന്നത്, ഇപ്പോ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ആ ഒരു വിക്ടിമിന്റെ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം. അത് എന്താണ്, വലിയ പ്രശ്നമുള്ളതാണോ, കോംപ്ലിക്കേഷൻ ആണോ, ഇഞ്ചുറി ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അൺനെസസറി ഡിസ്കംഫോർട്ട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഒരു ഷിഫ്റ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ ചില വിക്ടിംസ് എന്തായിരിക്കും, നേരെ ഹോസ്പിറ്റൽസിലേക്ക് ഡോക്ടേഴ്സിന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്, ചിലര് വീട്ടിലേക്ക് പോകും. അപ്പൊ എങ്ങോട്ടേക്കാണോ നമ്മൾ ആ ഒരു ഷിഫ്റ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്, ആ അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു വിക്ടിമിന്റെ കണ്ടീഷൻ നമ്മൾ അസസ് ചെയ്യണം. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റെക്കോർഡ് കീപ്പിംഗിന്റെ കാര്യമാണ്. ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ്, പേരെന്താണ്, ഏത് സമയത്താണ് ആക്സിഡന്റ് പറ്റിയത്, അതുപോലെ അഡ്രസ്സ്, അതുപോലെ തന്നെ എന്താണ് വിറ്റ്നസ്, ആ ഒരു സാക്ഷി ആരാണെന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഈ ഒരു ഫസ്റ്റ് എയ്ഡർ വോളണ്ടറി അവരുടെ കെയർ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു സീൻ വിട്ടു പോവരുത്. അതായത് അവിടെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു ഇനി ഞാൻ പൊക്കോളാം എന്ന് വെച്ചിട്ട് അങ്ങനെ ലീവ് ചെയ്യാനായിട്ട് പാടില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ വന്ന് ആ ഒരു പേഷ്യന്റിനെ അപ്രോച്ച് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു സീനിൽ നിന്ന് ഈ ഒരു ഫസ്റ്റ് എയ്ഡർ പോകാനായിട്ട് പാടുള്ളൂ. അല്ലാണ്ട് ഓടി ചെന്ന് ഫസ്റ്റ് എയ്ഡും കൊടുത്തിട്ട് തോന്നിയ പടി പോകാനായിട്ട് പാടില്ല. റെസ്പോൺസിബിൾ ആള് വന്നതിന് ശേഷം പേഷ്യന്റിനെ അപ്രോച്ച് ചെയ്ത് അവർ കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഫസ്റ്റ് എയ്ഡർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു സീൻ ലീവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി റെസ്പോൺസിബിലിറ്റീസ്, ഇപ്പൊ നമ്മൾ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഫസ്റ്റ് എയ്ഡർ എന്താ ചെയ്യേണ്ടത്, ഈ റെസ്പോൺസിബിലിറ്റി എപ്പോഴാണ് കഴിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു, പേഷ്യന്റിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നഴ്സ് അല്ലെങ്കിൽ അതർ മെഡിക്കൽ ടീമിലുള്ള ആ ഒരു പ്രൊഫഷണൽ ടീം വന്ന് പേഷ്യന്റിനെ അപ്രോച്ച് ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് എയ്ഡിന്റെ റെസ്പോൺസിബിലിറ്റി തീരുന്നത്. ആ റെസ്പോൺസിബിലിറ്റി തീരുമ്പോൾ പിന്നെ എന്താണ്, പിന്നെ ഡോക്ടറിനെ അസസ് ചെയ്താൽ മതി. പിന്നെ ഡോക്ടറിനെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, പിന്നെ എന്ത് ചെയ്യണം, ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത് നിന്നാൽ മാത്രം മതി. ഇതാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് തീരുമ്പോൾ ഫസ്റ്റ് എയ്ഡർ ചെയ്യേണ്ട ജോലി. അപ്പോൾ ആർക്കാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആള്, ഡോക്ടർ ആവാം, നഴ്സ് ആവാം, അല്ലെങ്കിൽ അതർ അപ്രോപ്രിയേറ്റ് പേഴ്സൺ ആവാം, അവർ വന്നതിന് ശേഷം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കീപ്പ് ചെയ്തേക്കുന്ന റെക്കോർഡെല്ലാം അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡർ ചെയ്യേണ്ട ജോലി. ഇനി ഫസ്റ്റ് എയ്ഡറിന് കൊടുക്കേണ്ട വാർണിംഗ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡർ മനസ്സിൽ വച്ചിരിക്കേണ്ട, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വച്ചിരിക്കണം. ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു, ഡ്യൂട്ടീസ് പറഞ്ഞു, അവരുടെ എന്താണ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് പുറമെ ആയിട്ട് അവർ മനസ്സിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്കായിട്ട് അവർ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യമാണ്, ഇവരാരും എന്തല്ല, ഡോക്ടേഴ്സ് അല്ല. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ആ ഒരു കാര്യം മാത്രം. നമ്മളിപ്പോ അയാളുടെ ലൈഫ് സുരക്ഷിതമാക്കുകയാണ്, സേവ് ചെയ്യാണ്, അവരുടെ ജീവൻ നമ്മൾ സേവ് ചെയ്യാണ്. പക്ഷേ ഞാനൊരു ഡോക്ടർ അല്ല എന്നുള്ള കാര്യം ഫസ്റ്റ് എയ്ഡർ മനസ്സിൽ വച്ചിരിക്കേണ്ട കാര്യമാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത്,
ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ബാൻഡേജ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന വൂണ്ടോ കാര്യങ്ങളോ തുറന്ന് പരിശോധിക്കാൻ ആർക്ക് അനുവാദമില്ല? ഫസ്റ്റ് എയ്ഡേഴ്സിന് അനുവാദം ഇല്ല. അപ്പൊ ഒരു ഇഞ്ചുറി പറ്റി കിടക്കുന്ന ആളാണ്, അവരുടെ ദേഹത്ത് മുറിവുകൾ ഇങ്ങനെ ബാൻഡേജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നുള്ള പരിശോധനയൊന്നും ഫസ്റ്റ് എയ്ഡേഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഒരു പേഷ്യന്റ് ഡെഡ് ആണെന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ഈ ഒരു പോയിന്റ് ആണ് ഞാൻ നേരത്തെ വട്ടമിട്ട് പറഞ്ഞത്. അതായത് നമ്മൾ പറഞ്ഞു ആ ഒരു വിക്ടിം അൺകോൺഷ്യസ് ആണോ, കോൺഷ്യസ് ആണോ, അലൈവ് ആണോ, ഡെഡ് ആണോ എന്നുള്ള കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ഫസ്റ്റ് എയ്ഡറാണ്. കണ്ടുപിടിക്കാം, പക്ഷെ അത് അനൗൺസ് ചെയ്യാൻ, ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടില്ല. ഒരാൾ ഡെഡ് ആണെന്ന് പറയാനുള്ള അനുവാദം ആർക്കില്ല? ഈ ഒരു ഫസ്റ്റ് എയ്ഡറിന് ഇല്ല. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു മെഡിക്കൽ പ്രൊഫഷണലുടെ ഡ്യൂട്ടിയാണ്. അതായത് നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് ഡോക്ടറിനെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചിട്ട് ആ ഒരു മരണം കൺഫേം ചെയ്യുന്നത്. സോ ആ ഒരു കൺഫർമേഷൻ ഓഫ് ഡെത്ത് ആരുടെ കയ്യിലല്ല? ഫസ്റ്റ് എയ്ഡറിന്റെ കയ്യിലല്ല. അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടില്ല. ഇതൊക്കെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ വരാനായിട്ട് നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അവർ അൺകോൺഷ്യസിന്റെ കാര്യം, അതായത് കോൺഷ്യസ് ആണോ, അൺകോൺഷ്യസ് ആണോ, അലൈവ് ആണോ, ഡെഡ് ആണോ എന്നൊക്കെ നോക്കാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പറയാണ് ഡെഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വേണമെങ്കിൽ നമുക്ക് കൺഫ്യൂഷനും അടിക്കാം. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ എന്താണ്, ഓക്കെ ഫസ്റ്റ് എയ്ഡർ വന്നിട്ട് ഡെഡ് ആണോ എന്ന് നോക്കും എന്നുള്ള കാര്യം ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്ത് ചെയ്യും? ആ ഒരു സ്റ്റേറ്റ്മെന്റിലോട് അത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. നെക്സ്റ്റ്, സ്കോപ്പ് അറ്റ് ദി ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡിന്റെ സ്കോപ്പ് എവിടെയൊക്കെയാണ് നമുക്കറിയാം. ആക്സിഡന്റ്സിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ ആക്സിഡന്റ്സ് എവിടെയൊക്കെ നടക്കാം? വീട്ടിലുണ്ടാകാം, റോഡിലുണ്ടാകാം, ഹോമിലുണ്ടാകാം, എവിടെ വേണമെങ്കിലും നടക്കാം. ഫാക്ടറീസിലോ ബിൽഡിങ്ങിലോ ഒക്കെ നടക്കാം. അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് എയ്ഡറിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. ഇലക്ട്രിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ, ബേൺസ്, സ്നേക്ക് ബൈറ്റ് എക്സെട്ര, ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഫസ്റ്റ് എയ്ഡേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിന്റെ സ്കോപ്പ് കൂടുതലാണ്. അവിടെയൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആവശ്യമായിട്ടുള്ളതാണ്. ഇനി ഫസ്റ്റ് എയ്ഡറിന്റെ സ്കില്ലാണ് പറയുന്നത്. ഫസ്റ്റ്, കൺട്രോൾ ദ സീൻ ഓഫ് ആക്സിഡന്റ് സീൻ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തായിരുന്നു? ക്രൗഡിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിൽക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ പേഷ്യന്റ് അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആക്സസ് ചെയ്യണം. പേഷ്യന്റ് അടുത്തേക്ക് നമ്മൾ എത്തണം. ദെൻ നെക്സ്റ്റ്, ഈ ഒരു സീൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് ആക്സിഡന്റിന്റെ പോസിബിൾ കോസ് എന്താണ്, അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ആ ഒരു സീൻ മുഴുവനായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡറിന്റെ ഒരു സ്കില്ലിൽ പെടുന്ന കാര്യമാണ്. ദെൻ പേഷ്യന്റിന്റെയും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സിന്റെയും എല്ലാം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വൈറ്റൽ സൈൻസ് ആയിട്ടുള്ള പൾസ്, ബ്രീത്തിങ്, സ്കിൻ ടെമ്പറേച്ചർ എല്ലാം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതുണ്ട്. അടുത്തത്, ഡിറ്റർമൈൻ ഡയഗ്നോസ്റ്റിക് സൈൻസ് റിലേറ്റ് ടു പോസിബിൾ ഇഞ്ചുറീസ്. അപ്പൊ പോസിബിൾ ഇഞ്ചുറീസ് അല്ലെങ്കിൽ സഡൻ ഇൽനെസ്സോ കൊണ്ടായിരിക്കും പെട്ടെന്ന് ഒരാൾക്ക് വയ്യാണ്ടാകുന്നത്. അപ്പൊ ആ ഒരു സമയത്തുള്ള ആ ഒരു ഡയഗ്നോസ്റ്റിക് സൈൻ എന്താന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എമർജൻസി കെയർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുക. എന്ത് കെയർ ആണ് കൊടുക്കുകയെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. Then next perform the necessary ABCs. ഇത് മനസ്സിൽ വെച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ABC പഠിക്കാനുള്ളത്. എന്താണ് ABs എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, A for ഓപ്പൺ എയർവേ. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് റെസ്പിറേഷനും അതുപോലെ തന്നെ സർക്കുലേഷനും പ്രൈമറി ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം. സോ ABCസിൽ A for ഓപ്പൺ എയർവേ. ഓപ്പൺ എയർവേ എന്താണ്? നമ്മൾ ആ ഒരു ശ്വാസം അല്ലെങ്കിൽ ആ ഒരു ബ്രീത്തിങ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ എയർവേ. ദെൻ രണ്ടാമത്തെ B for ബ്രീത്തിങ്, ബ്രെത്ത്ലെസ്നെസ്, പ്രൊവൈഡ് ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ. നമ്മൾ AV എല്ലാം കൊടുത്തുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ബ്രീത്തിങ് റീസ്റ്റോർ ചെയ്തെടുക്കുന്നത്. ദെൻ C for സർക്കുലേഷൻ. അപ്പോൾ അവിടെ എന്താണ്? പൾസ്ലെസ്നെസ്, പൾസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ അല്ലെങ്കിൽ CPR കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? സർക്കുലേഷൻ റീസ്റ്റോർ ചെയ്തുകൊണ്ട് വരിക. അതാണ് ABC, ഓപ്പൺ എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. Then next, ബ്ലീഡിങ് കൺട്രോൾ. എന്തെങ്കിലും തരത്തിലുള്ള ഹെമറേജ് ഉണ്ടെങ്കിൽ, ബ്ലീഡിങ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യണം? നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡയറക്റ്റ് പ്രഷർ ആൻഡ് എലിവേഷൻ. അപ്പോൾ ഡയറക്റ്റ് പ്രഷർ നമ്മൾ ഈ ഒരു പ്രഷർ പോയിന്റ്സ് അനുസരിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടോർണിക്വേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ടോർണിക്വേസിന്റെ കാര്യം നമ്മൾ ഇനി ഒരു വൂണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ദെൻ അടുത്തത്
ഡയഗ്നോസിസ് ആൻഡ് കെയർ ഫോർ ഷോക്ക്. ഡയഗ്നോസിസും അതുപോലെ തന്നെ എന്താണ് ഷോക്കിന് ആവശ്യമായിട്ടുള്ള കെയർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്ത് കാണും, മുറിവുകൾ ഉണ്ടാവും, വൂണ്ട് ഫോർമേഷൻ ഉണ്ടാവും, അപ്പൊ ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ബാൻഡേജിങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള ഫ്രാക്ചേഴ്സ് ഉണ്ടാവും. ഓപ്പൺ ഫ്രാക്ചർ ഉണ്ടാവാം, ക്ലോസ്ഡ് ഫ്രാക്ചർ ഉണ്ടാവാം. അതുപോലെ ഫ്രാക്ചർ പറ്റാണ്ട് സ്പ്രെയിനും അതുപോലെ സ്ട്രെയിൻസും ടെൻഡൻസ് ഒക്കെ വലിഞ്ഞിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഷോൾഡർ അല്ലെങ്കിൽ നമ്മുടെ ജോയിന്റ് ഡിസ്ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ എന്താണ് കോൾഡ് ട്രീറ്റ്മെന്റ്, അതുപോലെ ബേസിക് സ്പ്ലിന്റിംഗ് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡറിന്റെ ചുമതലയിൽ പെടുന്നതാണ്. കാരണം പെട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ട ഒരു എമർജൻസി കെയറിൽ പെടുന്നവരാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പോയിസണിങ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രഗ് അബ്യൂസ് ഉണ്ടെങ്കിലോ ആ ഒരു കാര്യം ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതും ഫസ്റ്റ് എയ്ഡറിൽ വരുന്ന ഒരു സ്കില്ലിൽ പെടുന്ന കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോക്കോ ഡയബറ്റിക് സ്ട്രോക്കോ കോമ ഇൻസുലിൻ ഷോക്ക് എപ്പിലെപ്റ്റിക് അതർ സീഷേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിനുള്ള കെയറും ആര് കൊടുക്കണം, ഫസ്റ്റ് എയ്ഡേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ഫേഷ്യൽ ഇഞ്ചുറീസ്, ഹെഡ് ഇഞ്ചുറീസ്, നെക്ക്, സ്പൈനൽ ഇഞ്ചുറീസ്, ചെസ്റ്റ് ഇഞ്ചുറീസ്. ചെസ്റ്റ് ഇഞ്ചുറീസിൽ പെടുന്നതാണ് ഫ്രാക്ചേർഡ് റിബ്സും അതുപോലെ ഫ്ലെയിൽ ചെസ്റ്റും. ഫ്ലെയിൽ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റിബിന്റെ ഒരു പോർഷൻ ഈ ഒരു ചെസ്റ്റിൽ നിന്ന് ബാക്കി വിട്ടുപോകും. അതിനെയാണ് നമ്മൾ ഫ്ലെയിൽ ചെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ പെനിട്രേറ്റിംഗ് ചെസ്റ്റ് വൂൺസ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വന്നു കഴിഞ്ഞു. ഇതൊക്കെ ഭയങ്കര സിവിയർ കണ്ടീഷൻ, ഒരാൾക്ക് എന്താണ് മരണം സംഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിവിയർ കണ്ടീഷൻസ് ആണ്, സിവിയർ ഇഞ്ചുറീസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡയഗ്നോസ് ചെയ്തിട്ട് ആവശ്യമുള്ള കെയർ കൊടുക്കേണ്ടത് ആരാണ്, ഫസ്റ്റ് എയ്ഡേഴ്സ് ആണ്. നെക്സ്റ്റ് ബേൺ അല്ലെങ്കിൽ സ്മോക്ക് ഇൻഹലേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡയഗ്നോസ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള കെയർ കൊടുക്കുക. അതുപോലെ ഹീറ്റ് എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരുപാട് ഹീറ്റ് എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോൾഡ് എക്സ്പോഷർ ഉണ്ടാക്കി കഴിഞ്ഞാലോ അവിടെ ഹീറ്റ് ക്രാംസ് അല്ലെങ്കിൽ ഹീറ്റ് എക്സോഷൻ ഉണ്ടാവാം, ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവാം, ഹൈപ്പോതെർമിയ ഉണ്ടാവാം, അതുപോലെ ഫ്രോസ് ബൈറ്റ് ഉണ്ടാവാം. ഒരുപാട് തണുപ്പൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ കയ്യിൽ അത്രയും ഭാഗം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ പോയിട്ട് അത്രയും ഭാഗമൊക്കെ പിന്നീട് നമ്മൾ ആംബ്യൂട്ട് ചെയ്യേണ്ടേക്ക് വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഡയഗ്നോസ് ചെയ്തിട്ട് ആവശ്യമുള്ള കെയർ കൊടുക്കേണ്ടത് ആരാണ്, ഫസ്റ്റ് എയ്ഡേഴ്സ് ആണ്. അസിസ്റ്റ് ഇൻ ചൈൽഡ് ബർത്ത് ആൻഡ് കെയർ ഓഫ് ന്യൂ ബോൺ. അപ്പൊ അത് നമ്മൾ ഒരിക്കലും എന്താണ് ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് കയറി ചെയ്യുന്ന കാര്യമല്ല. ഇപ്പൊ എമർജൻസി ആയിട്ട് ഒരു പ്രഗ്നന്റ് ലേഡി എന്താണ് എന്തെങ്കിലും പെട്ടെന്ന് പ്രസവ വേദന വന്നതിന് ശേഷം വരുമ്പോ അങ്ങനെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഫസ്റ്റ് എയ്ഡിന്റെ കെയർ കൊടുക്കേണ്ട എങ്ങനെയാണ്, ചൈൽഡ് ബർത്തിന് അസിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ന്യൂ ബോണിന്റെ കെയറും അതും ഫസ്റ്റ് എയ്ഡേഴ്സ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഇനി അതുപോലെ തന്നെ വിക്ടിംസിന്റെ ക്രൈസിസ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എമർജൻസി കെയർ കൊടുക്കുക, അതുപോലെ സൈക്കോളജിക്കൽ കെയർ കൊടുക്കേണ്ടതും ഫസ്റ്റ് എയ്ഡേഴ്സ് ആണ്. പ്രോപ്പർ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ് ചെയ്യുക. ഒരു വിക്ടിമിന് ഒരു ഇഞ്ചുറി പറ്റി കിടക്കുന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെഡിക്കൽ ടീമിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് ആയിരിക്കണം. കിട്ടുന്ന വണ്ടിയിൽ വിളിച്ചോണ്ട് പോകുന്നല്ല, എന്താണ് നല്ല കറക്റ്റ് ആയിട്ട് അവർക്ക് പിന്നീട് ഫർദർ ആയിട്ട് അവരുടെ കണ്ടീഷൻ വേഴ്സൺ ആവാതെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ആ ഒരു ഹാൻഡ്ലിംഗ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് എയ്ഡേഴ്സ് ആണ്. ഇനി ഫസ്റ്റ് എയ്ഡിന് കുറച്ച് ഗോൾഡൻ റൂൾസ് ഉണ്ട്, വേറെ ഒന്നുമില്ല, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തൊക്കെ തന്നെയാണ്. അപ്പൊ ഗോൾഡൻ റൂൾസ് അത് അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഗോൾഡൻ റൂൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാല്, ഫസ്റ്റ് ഡു ഫസ്റ്റ് തിങ്സ് ക്വിക്ക്ലി ആൻഡ് വിത്തൗട്ട് പാനിക്. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പേടിക്കാണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തേത് കാഷ്വാലിറ്റിയെയും അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സിനെയും നമ്മൾ നല്ല രീതിയിൽ റീഅഷ്വർ ചെയ്യുക, അവരെ സമാധാനിപ്പിക്കുക. എങ്ങനെ സമാധാനിപ്പിക്കണം, സിമ്പതറ്റിക്കലി വേണം നമ്മൾ സമാധാനിപ്പിക്കേണ്ടത്. ഇനി അടുത്തത് താഴെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതിൽ പറയുന്നത് ഇപ്പോ ബ്രീത്തിങ്ങിന് ഫെയിലിയർ ഉണ്ടെങ്കിൽ, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അവിടെ സർക്കുലേഷൻ ആണ് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാർഡിയാക് മസാജ് തുടങ്ങുക. അതിൽ നമുക്ക് CPR ഒക്കെ യൂസ് ചെയ്യാം. ഇനി സിവിയർ ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സിവിയർ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ആൻസർ ആയിട്ടും പറയുന്നുണ്ട്. അപ്പോ എന്താണ് സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ, ബ്ലീഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രഷർ പോയിന്റ്സിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ബ്ലീഡിങ് ഏരിയയിൽ നമ്മൾ ഉറപ്പായി ഇറുക്കിയങ്ങോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ബ്ലീഡിങ് ഏരിയയിൽ പ്രസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ അതിന് ഫേംലി ആ ഒരു ബ്ലീഡിങ് ഏരിയ
പ്രസ് ചെയ്യുക. ദെൻ അവിടെ നല്ല ക്ലീൻ പാഡ് വെച്ചതിന് ശേഷം ആ ഒരു പ്രസ്സിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ബ്ലീഡിങ് ഏരിയയിൽ കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ബ്ലീഡിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അപ്പൊ അങ്ങനെ ഒരു ഫേംലി പ്രസ് ചെയ്തുകൊണ്ട് ബ്ലീഡിങ്, നമ്മൾ സിവിയർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഈ ഒരു കാഷ്വാലിറ്റി നമ്മൾ മോശമായി അല്ലെങ്കിൽ അൺനെസസറിലി ആയിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. നമുക്ക് എന്താണ് പ്രയോറിറ്റി, അവരുടെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഗോൾഡൻ റൂൾസിൽ പെടുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, കാഷ്വാലിറ്റി നമ്മൾ ഡോക്ടറിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അടുത്തേക്കോ എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എത്തിക്കുക. അവിടെ എന്താണ് സേഫ് റിമൂവൽ, അതായത് ആ ഒരു ആക്സിഡന്റ് സീൻ അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറി സീനിൽ നിന്ന് സേഫ് ആയിട്ട് കാഷ്വാലിറ്റി റിമൂവ് ചെയ്ത് എവിടെ എത്തിക്കുക, ഒരു മെഡിക്കൽ ടീമിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീമിന്റെ കയ്യിൽ, ഹോസ്പിറ്റലിന്റെ കയ്യിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ഗോൾഡൻ റൂളിൽ പെടുന്നതാണ്. ഇനി ഫസ്റ്റ് എയ്ഡേഴ്സിന്റെ കയ്യിൽ കിറ്റ് ഉണ്ടാവും. ആ കിറ്റ്സിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ ട്രയാങ്കുലർ ബാൻഡേജസ് ഉണ്ടാവും. ദെൻ ഫോളർ ടൈപ്പ്, ഫോളർ അല്ല റോളർ ആണ്, റോളർ ടൈപ്പ് ആറാണ്, റോളർ ടൈപ്പ് ബാൻഡേജസ് ഉണ്ടാവും. ദെൻ ഡ്രസ്സിംഗ് അല്ലെങ്കിൽ ഗോസ് പാഡ്സ് ഉണ്ടാവും. ദെൻ അഡ്ഹസീവ് ടേപ്പ് ഉണ്ടാവും. ബാൻഡേജ് ഷീറ്റ്സ് ഉണ്ടാവും. ദെൻ ഐ പ്രൊട്ടക്ടർ, സ്റ്റിക്ക് ഫോർ ടോണിക്വേ, ടോണിക്വേന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ടോണിക്വേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടോണിക്വേയില് നമ്മൾ എന്താണ് ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടാറുണ്ട്. അതാണ് ഈ ഒരു സ്റ്റിക്ക്. ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ള ടോർണിക്ക്, അതിൽ ആ സ്റ്റിക്ക് കറക്കിയിട്ട് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ആവും. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്സ് എവിടെ ഉണ്ടാവും, ഈ ഒരു ഫസ്റ്റ് എയ്ഡറിന്റെ കിറ്റിനകത്ത് ഉണ്ടാവും. ദെൻ ബ്ലാങ്കറ്റ് ഉണ്ടാവും, പില്ലോ ഉണ്ടാവും. ദെൻ അപ്പർ എക്സ്ട്രീമിറ്റി സ്പ്ലിൻ സെറ്റും ലോവർ എക്സ്ട്രീമിറ്റി സ്പ്ലിൻ സെറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? Option A, to provide temporary and immediate treatment. Option B, to replace professional medical care. Option C, to diagnose medical conditions. Option C, to conduct surgery in emergencies. എന്താണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ടെമ്പററി ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡിന്റെ ഒബ്ജക്റ്റീവിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ, ടു പ്രിസർവ് ലൈഫ്. ഓപ്ഷൻ ബി, ടു പ്രിവെന്റ് ഫർദർ ഇഞ്ചുറി. ഓപ്ഷൻ സി, ടു കംപ്ലീറ്റ്ലി ക്യൂർ ദ പേഷ്യന്റ്. ഓപ്ഷൻ ഡി, ടു മേക്ക് ദ വിക്ടിം കംഫോർട്ടബിൾ. ഏതാ ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് പേഷ്യന്റിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് എയ്ഡിൽ പെടാത്തതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടാൻ വേണ്ടി, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള മീൻസ് എന്താണ്, പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന എവിടെയാണോ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ കയ്യിലേക്ക് പേഷ്യന്റിനെ എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി പ്രൊവൈഡഡ് യൂസിങ്. ഫസ്റ്റ് എയ്ഡ് നമ്മൾ എന്ത് കൊച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ എ, ഓൺലി ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്. ഓപ്ഷൻ ബി, ഫെസിലിറ്റീസ് ഓർ മെറ്റീരിയൽസ് അവൈലബിൾ അറ്റ് ദാറ്റ് ടൈം. ഓപ്ഷൻ സി, ഓൺലി പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻസ്. ഓപ്ഷൻ ഡി, അഡ്വാൻസ്ഡ് സർജിക്കൽ ടൂൾസ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊണ്ടും മെറ്റീരിയൽസ് കൊണ്ടും വേണം ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് എ ഫസ്റ്റ് എയ്ഡർ? ആരാണ് ഫസ്റ്റ് എയ്ഡർ? Option A, trained medical professional. Option B, a common person trained to provide emergency care. Option C, only a firefighter or a paramedic. Option D, a person who calls an ambulance. ആരെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡർ എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. അതായത് ഒരു കോമൺ പേഴ്സൺ ആയിരിക്കും. ആ പേഴ്സണ് എമർജൻസി കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള ട്രെയിനിങ് എല്ലാം കിട്ടിയിട്ടുള്ള ഒരാളായിരിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ ഓഫ് എ ഫസ്റ്റ് എയ്ഡർ? ഫസ്റ്റ് എയ്ഡറിന്റെ ക്വാളിഫിക്കേഷൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, ഷുഡ് ബി എ ഗുഡ് ഒബ്സർവർ. ഓപ്ഷൻ ബി, ഷുഡ് പാനിക് ഇൻ എമർജൻസീസ്. ഓപ്ഷൻ സി, ഷുഡ് ആക്ട് ക്വിക്ലി. ഓപ്ഷൻ ഡി, ഷുഡ് ബി ഏബിൾ ടു റിയഷ്യൂർ ദ വിക്ടിം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. അതായത് ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പാനിക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അതൊരു ഫസ്റ്റ് എയ്ഡറിന് പറ്റിയ ക്വാളിഫിക്കേഷൻ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് എ ഫസ്റ്റ് എയ്ഡർ ഡു ഇഫ് ബൈസ്റ്റാൻഡേഴ്സ് ഗ്യാദർ അറൌണ്ട് ആൻ ആക്സിഡന്റ് സീൻ? ഒരു ആക്സിഡന്റ് സീനില് ബൈസ്റ്റാൻഡേഴ്സ് എല്ലാം കൂടി ആ ഒരു കാഷ്വാലിറ്റിയെ ചുറ്റി നിൽക്കുവാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡർ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, അലോ എവ്രി വൺ ടു അസിസ്റ്റ്. ഓപ്ഷൻ ബി, കൺട്രോൾ ദ ക്രൗഡ് ആൻഡ് ഡയറക്ട് ഹെൽപ്പ്. ഓപ്ഷൻ സി, ഇഗ്നോർ ദം ആൻഡ് ഫോക്കസ് ഓൺലി ഓൺ ദ പേഷ്യന്റ്. ഓപ്ഷൻ ഡി, പാനിക് ആൻഡ് കോൾ ദ പോലീസ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കാരണം ബൈസ്റ്റാൻഡേഴ്സിനെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ പേഷ്യന്റിന്
മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കെയർ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ക്രൗഡിനെ കൺട്രോൾ ചെയ്തതിന് ശേഷം ഹെൽപ്പ് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡറിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫസ്റ്റ് എയ്ഡർ? ഫസ്റ്റ് എയ്ഡറിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഓപ്ഷൻ എ, ഗെയിൻ ആക്സസ് ടു പേഷ്യന്റ് ഇൻ ദ സേഫസ്റ്റ് വേ. ഓപ്ഷൻ ബി, കോൾ ആൻ ആംബുലൻസ് ഇമീഡിയറ്റ്ലി. ഓപ്ഷൻ സി, ഗീവ് വാട്ടർ ടു ദ പേഷ്യന്റ്. ഓപ്ഷൻ ഡി, സ്റ്റാർട്ട് CPR ഇമീഡിയറ്റ്ലി. എന്താണ് ഒരു ഫസ്റ്റ് എയ്ഡറിന്റെ ഒരു ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പറയുന്നത്? പേഷ്യന്റിനെ നമ്മൾ ആക്സസ് ചെയ്യുക, അതും ഒരു സേഫസ്റ്റ് വേയിലായിരിക്കണം. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ഈസ്. ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഓപ്ഷൻ എ, സ്റ്റോപ്പിംഗ് ബ്ലീഡിംഗ്. ഓപ്ഷൻ ബി, റീസ്റ്റോറിംഗ് ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. ഓപ്ഷൻ സി, കോളിംഗ് ഫോർ ഹെൽപ്പ്. ഓപ്ഷൻ ഡി, ചെക്കിംഗ് ഫോർ ബ്രോക്കൺ ബോൺസ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും അല്ലാന്നറിയാം, എയും ബിയും നമുക്ക് എന്താ സംശയം തോന്നാം. കാരണം നമുക്ക് എല്ലാ ടോപ്പിക്കും കൂടെ പഠിക്കുമ്പോൾ ഈ ഒരു ക്ലാസ് മാത്രം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉത്തരം ബി ആണെന്ന് മനസ്സിലാവും. എല്ലാം കൂടി പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ എയും ബിയും കൺഫ്യൂഷൻ തോന്നാം. നമുക്ക് എന്തിലാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ബ്രീത്തിങ്ങിലും അതുപോലെ സർക്കുലേഷനുമാണ്. ആ രണ്ട് കാര്യം റീസ്റ്റോർ ചെയ്ത് നോർമലൈസ് ആക്കിയതിനു ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഷുഡ് എ ഫസ്റ്റ് എയ്ഡർ സ്റ്റോപ്പ് പ്രൊവൈഡിങ് കെയർ? എപ്പോഴാണ് ഫസ്റ്റ് എയ്ഡർ കെയർ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, വെൻ ദ കാഷ്വാലിറ്റി ഈസ് കോൺഷ്യസ്. ഓപ്ഷൻ ബി, വെൻ എ ഡോക്ടർ ഓർ ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽ ടേക്സ് ഓവർ. ഓപ്ഷൻ സി, വെൻ ദ പേഷ്യന്റ് ആസ്ക് ദം ടു സ്റ്റോപ്പ്. ഓപ്ഷൻ ഡി, ആഫ്റ്റർ 5 minutes ഓഫ് ഫസ്റ്റ് എയ്ഡ്. എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ്. ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണലോ വന്ന് പേഷ്യന്റിനെ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഒരു ഫസ്റ്റ് എയ്ഡറിന്റെ റെസ്പോൺസിബിലിറ്റി നിർത്തേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സിറ്റുവേഷൻ ക്യാൻ ഫസ്റ്റ് എയ്ഡ് ബി റിക്വയർഡ്? ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് റിക്വയർഡ് ആയിട്ട് വരുന്നതാണ്? ഓപ്ഷൻ എ, റോഡ് ആക്സിഡന്റ്. ഓപ്ഷൻ ബി, ബേൺ ആൻഡ് ഇലക്ട്രിക് ഷോക്ക്. ഓപ്ഷൻ സി, സ്നേക്ക് ബൈറ്റ്സ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഈ പറയുന്ന എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആവശ്യമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫസ്റ്റ് എയ്ഡർ ഷുഡ് നോട്ട്. ഫസ്റ്റ് എയ്ഡർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഓപ്ഷൻ എ, open a bandaged wound. Option B, control bleeding. Option C, provide CPR. Option D, comfort the patient. എന്താണ്? ഓപ്ഷൻ എ, ഓപ്പൺ എ ബാൻഡേജ്ഡ് വുഡ്. ബാൻഡേജ് വെച്ചിരിക്കുന്ന വൂണ്ട് ഒന്നും തുറക്കാനായിട്ട് ആർക്ക് അവകാശമില്ല, അല്ലെങ്കിൽ ആർക്ക് അനുവാദമില്ല? ഫസ്റ്റ് എയ്ഡറിന് അനുവാദമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിക്ലെയറിംഗ് എ പേഴ്സൺ ഡെഡ്? ഒരു പേഴ്സൺ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത് ആരാണ്? ഓപ്ഷൻ എ, ഫസ്റ്റ് എയ്ഡർ. ഓപ്ഷൻ ബി, പോലീസ് ഓഫീസർ. ഓപ്ഷൻ സി, മെഡിക്കൽ പ്രൊഫഷണൽ. ഓപ്ഷൻ ഡി, ദ പേഷ്യൻസ് ഫാമിലി. ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. മെഡിക്കൽ പ്രൊഫഷണൽ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എമർജൻസി കെയർ? എമർജൻസി കെയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓപ്ഷൻ എ, ചെക്ക് ദ സീൻ ഫോർ സേഫ്റ്റി. ഓപ്ഷൻ ബി, സ്റ്റാർട്ട് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഓപ്ഷൻ സി, ചെക്ക് ദ സിവിയർ ബ്ലീഡിംഗ്. ഓപ്ഷൻ ഡി, കോൾ ഫോർ ഹെൽപ്പ്. ഏതാ ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ചെക്ക് ദ സീൻ ഫോർ സേഫ്റ്റി. ആ ഒരു സീനിന്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആദ്യം ചെക്ക് ചെയ്യണം. അതാണ് എമർജൻസി കെയറിൽ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ABCs ഓഫ് എമർജൻസി കെയർ? എമർജൻസി കെയറിൽ നമ്മൾ ABC പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ABCയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യം എന്താണ്? ഓപ്ഷൻ എ, എയർവേ. ഓപ്ഷൻ ബി, ബ്ലീഡിംഗ്. ഓപ്ഷൻ സി, സർക്കുലേഷൻ. ഓപ്ഷൻ ഡി, ബ്രീത്തിങ്. ഏതാ ആൻസർ? ഓപ്ഷൻ ബി, ബ്ലീഡിംഗ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ എ ഫസ്റ്റ് എയ്ഡർ ചെക്ക് ഫോർ സർക്കുലേഷൻ? എങ്ങനെയാണ് ഒരു ഫസ്റ്റ് എയ്ഡർ സർക്കുലേഷൻ ചെക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, ചെക്കിംഗ് ഫോർ എ പൾസ്. ഓപ്ഷൻ ബി, ചെക്കിംഗ് ദ പേഷ്യൻസ് വെയിറ്റ്. ഓപ്ഷൻ സി, ആസ്കിംഗ് ദ പേഷ്യന്റ് ടു മൂവ്. ഓപ്ഷൻ ഡി, ചെക്കിംഗ് ദ പേഷ്യൻസ് ബോഡി ടെമ്പറേച്ചർ. അപ്പൊ നമുക്കറിയാലോ സർക്കുലേഷന്റെ കാര്യം നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണം? ഓപ്ഷൻ എ, ചെക്കിംഗ് ഫോർ പൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ്ഡ് ടു സ്റ്റോപ്പ് സിവിയർ ബ്ലീഡിംഗ്? ഒരുപാട് സിവിയർ ഉള്ള ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, ഡയറക്റ്റ് പ്രഷർ. ഓപ്ഷൻ ബി, കോൾഡ് കംപ്രസ്. ഓപ്ഷൻ സി, CPR. ഓപ്ഷൻ ഡി, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. എങ്ങനെയാണ്? ഓപ്ഷൻ എ, ഡയറക്റ്റ് പ്രഷർ. ആ ഒരു സ്ഥലത്ത്, ആ ഒരു ബ്ലീഡിംഗ് സ്ഥലത്തേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സിവിയർ ബ്ലീഡിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ഡൺ ഫോർ എ പേഴ്സൺ എക്സ്പീരിയൻസിംഗ് ഹീറ്റ് സ്ട്രോക്ക്? ഹീറ്റ് സ്ട്രോക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ, കീപ് ദം ഇൻ എ ഹോട്ട് റൂം. ഓപ്ഷൻ ബി, പ്രൊവൈഡ് ഹൈഡ്രേഷൻ ആൻഡ് കൂളിംഗ്. ഓപ്ഷൻ സി, ഗീവ് ദം ആൽക്കഹോൾ. ഓപ്ഷൻ ഡി, റാപ്പ് ദം ഇൻ ബ്ലാങ്കറ്റ്. അപ്പൊ ഹീറ്റ് സ്ട്രോക്ക് വരുന്ന ആൾക്ക് നമ്മൾ ആൽക്കഹോൾ ആണോ കൊടുക്കേണ്ടത്? എന്താ കൊടുക്കേണ്ടത്? ഓപ്ഷൻ ബി ആണ്, പ്രൊവൈഡ് ഹൈഡ്രേഷൻ ആൻഡ് കൂളിംഗ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് എ കോമൺ സിംറ്റം ഓഫ് ഡയബറ്റിക് കോമ? ഡയബറ്റിക് കോമയുടെ ഒരു കോമൺ സിംറ്റം എന്താണ്? ഓപ്ഷൻ എ ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ, ഓപ്ഷൻ ബി ലോ ബ്ലഡ് ഷുഗർ ലെവൽ, ഓപ്ഷൻ സി ഹൈ ബ്ലഡ് പ്രഷർ, ഓപ്ഷൻ ഡി സ്ലോ ബ്രീത്തിങ്. ഹൈ ബ്ലഡ് ഷുഗർ ആവുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് കോമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് എ സ്ട്രോക്ക് വാട്ട് ഷുഡ് ബി ഡൺ ഫസ്റ്റ്? സ്ട്രോക്ക് വന്നൊരു പേഴ്സൺ അല്ലെങ്കിൽ പേഷ്യന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ചെക്ക് ഫോർ ഫേഷ്യൽ ഡ്രൂപ്പിംഗ് ആൻഡ് സ്പീച്ച് പ്രോബ്ലംസ്, ഓപ്ഷൻ ബി ഗീവ് ദം എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഓപ്ഷൻ സി മേക്ക് ദം റൺ, ഓപ്ഷൻ ഡി റാപ്പ് ദം ഇൻ വാം ബ്ലാങ്കറ്റ്. എന്താ ചെയ്യേണ്ടേ? ഓപ്ഷൻ എ ആണ് ആൻസർ, ചെക്ക് ഫോർ facial drooping and speech problems. Next question, a first aider should always, first aider എപ്പോഴും എന്ത് ചെയ്യണം? ഓപ്ഷൻ എ reassure the casualty, ഓപ്ഷൻ ബി panic in emergencies, ഓപ്ഷൻ സി use unclean materials for wounds, ഓപ്ഷൻ ഡി give random medication. എന്ത് ചെയ്യണം? ഓപ്ഷൻ എ reassure the casualty. കാഷ്വാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? reassure ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is it important to keep the casualty calm? ഒരു കാഷ്വാലിറ്റി, ഒരു ഇഞ്ചുറി വന്ന ഒരു പേഷ്യന്റ് ആണ്, അവിടെ ആ ഒരു കാഷ്വാലിറ്റി കാം ആക്കി നിർത്തണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഓപ്ഷൻ എ ടു പ്രിവെന്റ് ഷോക്ക്, ഓപ്ഷൻ ബി ടു റെഡ്യൂസ് പെയിൻ, ഓപ്ഷൻ സി ടു ഹെൽപ്പ് ഇൻ ക്വിക്ക് റിക്കവറി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ കാഷ്വാലിറ്റി കാം ആയിട്ട് ഇരുത്തിയാൽ, ഒന്ന് ശാന്തനാക്കി ഇരുത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, പെയിൻ എല്ലാം കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഇഞ്ചുറി ഒക്കെ പറ്റി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നാണെങ്കിൽ വെപ്രാളം കാണിച്ചു കഴിഞ്ഞാൽ പെയിൻ കൂടത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എസെൻഷ്യൽ ഐറ്റം ഇൻ എ ഫസ്റ്റ് എയ്ഡ് കിറ്റ്? ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഐറ്റം എന്താണ്? ഓപ്ഷൻ എ ബാൻഡേജസ്, ഓപ്ഷൻ ബി ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഓപ്ഷൻ സി കുക്കിംഗ് യൂറ്റൻസിൽസ്, ഓപ്ഷൻ ഡി ഫ്ലാഷ് ലൈറ്റ്. എന്താണ്? ഓപ്ഷൻ എ ബാൻഡേജസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് അഡ്ഹസീവ് ടേപ്പ് ബി ഇൻക്ലൂഡഡ് ഇൻ എ ഫസ്റ്റ് എയ്ഡ് കിറ്റ്? ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് നമ്മൾ എന്തിനാണ് ഈ അഡ്ഹസീവ് ടേപ്പ് എന്താണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? ഓപ്ഷൻ എ ടു ക്ലോസ് വൂണ്ട്സ്, ഓപ്ഷൻ ബി ടു ഹോൾഡ് ഡ്രസ്സിംഗ്സ് ഇൻ പ്ലേസ്, ഓപ്ഷൻ സി ടു ട്രീറ്റ് ബേൺസ്, ഓപ്ഷൻ ഡി ടു മെഷർ ബോഡി ടെമ്പറേച്ചർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ ബി ടു ഹോൾഡ് ഡ്രസ്സിംഗ് ഇൻ പ്ലേസ്. നമ്മൾ മുറിവൊക്കെ വന്ന് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ഹസീവ് ടേപ്പ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കിറ്റിനകത്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഐറ്റം ഈസ് യൂസ്ഡ് ഫോർ സ്പ്ലിന്റിംഗ് എ ഫ്രാക്ചർ? ഒരു ഫ്രാക്ചർ സ്പ്ലിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഐറ്റം യൂസ് ചെയ്യാം? ഓപ്ഷൻ എ ബാൻഡേജ് ഷിയേഴ്സ്, ഓപ്ഷൻ ബി വുഡൻ സ്റ്റിക്ക് ഓർ ഹാർഡ് മെറ്റീരിയൽ, ഓപ്ഷൻ സി ഐ പ്രൊട്ടക്ടർ, ഓപ്ഷൻ ഡി ബ്ലാങ്കറ്റ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വുഡൻ സ്റ്റിക്ക് ഓർ ഹാർഡ് മെറ്റീരിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ബ്ലാങ്കറ്റ് ഇൻ എ ഫസ്റ്റ് എയ്ഡ് കിറ്റ്? ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് ബ്ലാങ്കറ്റ് വെച്ചിരിക്കുന്നതിന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ ടു കീപ് ദ വിക്ടിം വാം, ഓപ്ഷൻ ബി ടു കവർ വൂണ്ട്, ഓപ്ഷൻ സി ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ്, ഓപ്ഷൻ ഡി ടു പ്രൊവൈഡ് എ കുഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു വിക്ടിമിനെ വാം ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബ്ലാങ്കറ്റ് വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബാൻഡേജ് ഈസ് യൂസ്ഡ് ഫോർ ഇമ്മൊബിലൈസിംഗ് ആൻ ഇൻജുവേർഡ് ലിംബ്? ഒരു ഇൻജുവേർഡ് ലിംബ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് തരം ബാൻഡേജ് ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റോളർ ബാൻഡേജ്, ഓപ്ഷൻ ബി ഫോളർ ടൈപ്പ്, ഫോളർ അല്ല റോളർ ആണ്, റോളർ ടൈപ്പ് ബാൻഡേജസ്, ഓപ്ഷൻ സി ഗോസ് പാഡ്, ഓപ്ഷൻ ഡി ഇലാസ്റ്റിക് ബാൻഡേജ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇലാസ്റ്റിക് ബാൻഡേജ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഫസ്റ്റ് എയ്ഡ് എയിംസ് ടു പ്രിസർവ് ലൈഫ് ആൻഡ് പ്രിവെന്റ് ഫർദർ ഇഞ്ചുറി. ഫസ്റ്റ് എയ്ഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലൈഫിനെ പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫർദർ ഇഞ്ചുറീസ് വരാതിരിക്കാനും ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ബൈ എ മെഡിക്കൽ പ്രൊഫഷണൽ. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്ന് ഇല്ല. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, മേക്കിംഗ് ദ വിക്ടിം കംഫോർട്ടബിൾ ആൻഡ് റെഡ്യൂസിംഗ് പെയിൻ ഈസ് ആൻ എസെൻഷ്യൽ ഗോൾ ഓഫ് ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ വിക്ടിമിനെ കംഫോർട്ടബിൾ ആക്കുക, പെയിൻ റെഡ്യൂസ് ചെയ്ത് കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് എന്തിന്റെ ഗോളാണ്? ഫസ്റ്റ് എയ്ഡിന്റെ ഗോളാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഫസ്റ്റ് എയ്ഡ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ദി നീഡ് ഫോർ പ്രൊഫഷണൽ മെഡിക്കൽ കെയർ. ഫസ്റ്റ് എയ്ഡ് ഒരിക്കലും മെഡിക്കൽ പ്രൊഫഷണൽ കെയർ കളയുക അല്ലെങ്കിൽ അതിന്റെ ആവശ്യം റീപ്ലേസ് ചെയ്യുകയല്ല, പകരം എന്താ ചെയ്യുന്നത്? ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടുന്നതിന് മുന്നേ ഉള്ള ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡർ. ഫസ്റ്റ് എയ്ഡറിന്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, എ ഫസ്റ്റ് എയ്ഡർ ഷുഡ് ബി എ ഗുഡ് ഒബ്സർവർ ആൻഡ് ആക്ട് ക്വിക്ക്ലി. ഫസ്റ്റ് എയ്ഡർ എന്തായിരിക്കണം? ഒരു നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം, പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആളായിരിക്കണം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡർ ഷുഡ് ഓൾവേസ് റിമെയിൻ കാം ആൻഡ് അവോയ്ഡ് പാനിക്. എപ്പോഴും എന്ത് ചെയ്യണം? കാം ആയിട്ട് നിന്നിട്ട് ഒരു പാനിക് ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ട ആളാണ് ഫസ്റ്റ് എയ്ഡർ. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡർ ഷുഡ് ഹാവ് ദി എബിലിറ്റി ടു റീഅഷ്വർ ദി കാഷ്വാലിറ്റി ആൻഡ് കൺട്രോൾ ദി ക്രൗഡ്. ക്രൗഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ഒരു കാഷ്വാലിറ്റിയെ റീഅഷ്വർ ചെയ്യേണ്ടതും ആരുടെ എബിലിറ്റിയിൽ പെടുന്നതാണ്? ഫസ്റ്റ് എയ്ഡറിന്റെ ക്വാളിഫിക്കേഷനിൽ വരുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, എ ഫസ്റ്റ് എയ്ഡർ ഷുഡ് അഡ്മിനിസ്റ്റർ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ടു ദ കാഷ്വാലിറ്റി. കാഷ്വാലിറ്റിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതൊന്നും ഫസ്റ്റ് എയ്ഡറിന്റെ ഇതിൽ വരുന്നതല്ല. സോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ 1ഉം 2ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡർ. ഫസ്റ്റ് എയ്ഡറിന്റെ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡർ ഷുഡ് അസസ് ദി ആക്സിഡന്റ് സീൻ ആൻഡ് എൻഷുർ സേഫ്റ്റി ബിഫോർ പ്രൊവൈഡിങ് എയ്ഡ്. അപ്പൊ ഫസ്റ്റ് എയ്ഡർ ആദ്യം എന്ത് ചെയ്യണം? ആ ഒരു ആക്സിഡന്റ് സീൻ അസസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് വേണം ആ ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് പ്രയോറിറ്റി ടു ചെക്ക് ഫോർ ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. ഫസ്റ്റ് എയ്ഡിന്റെ പ്രയോറിറ്റി എന്താണ്? ബ്രീത്തിങ്ങും റെസ്പിറേഷനും അതുപോലെ സർക്കുലേഷനുമാണ്. കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡർ ഷുഡ് മൂവ് ദ കാഷ്വാലിറ്റി ഇമീഡിയറ്റ്ലി വിത്തൗട്ട് അസസിംഗ് ദ ഇഞ്ചുറി. ഇഞ്ചുറി അസസ് ചെയ്യാതെ ഒന്നും പെട്ടെന്ന് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഞ്ചുറി ആ ഒരു സീൻ എല്ലാം അസസ് ചെയ്തതിന് ശേഷം വേണം പ്രൊഫഷണൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു കാഷ്വാലിറ്റി മൂവ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡർ ഷുഡ് കീപ് റെക്കോർഡ്സ് ഓഫ് ദി ഇൻസിഡന്റ് ആൻഡ് പേഷ്യന്റ് ഡീറ്റെയിൽസ്. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും ഇൻസിഡന്റിന്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു ഫസ്റ്റ് എയ്ഡർ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ നമുക്ക് മൂന്നാമത്തെ മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വെൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫസ്റ്റ് എയ്ഡർ എൻഡ്. എപ്പോഴാണോ ഫസ്റ്റ് എയ്ഡറിന്റെ റെസ്പോൺസിബിലിറ്റി തീരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡേഴ്സ് റെസ്പോൺസിബിലിറ്റി എൻഡ്സ് വെൻ ദി കാഷ്വാലിറ്റി ഈസ് ഹാൻഡഡ് ഓവർ ടു എ നഴ്സ്, ഡോക്ടർ ഓർ എ ക്വാളിഫൈഡ് പ്രൊഫഷണൽ. ഒരു ഡോക്ടറിന്റെ കയ്യിലോ നഴ്സിന്റെ കയ്യിലോ ക്വാളിഫൈഡ് പ്രൊഫഷണലിന്റെ കയ്യിലോ നമ്മൾ കാഷ്വാലിറ്റിയെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഫസ്റ്റ് എയ്ഡറിന്റെ റെസ്പോൺസിബിലിറ്റി എൻഡ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡർ ക്യാൻ ലീവ് ദ സീൻ വൺസ് ദേ ഹാവ് പെർഫോംഡ് ബേസിക് ഫസ്റ്റ് എയ്ഡ് ഈവൻ ഇഫ് നോ ഹെൽപ്പ് ഹാസ് അറൈവ്ഡ്. ആ ഒരു ഹെൽപ്പ് കൊടുത്തതിന് ശേഷം, നമ്മൾ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം വേറൊരു പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടിയില്ലെങ്കിലും ആ ഒരു സീനിൽ നിന്ന് ഫസ്റ്റ് എയ്ഡറിന് ലീവ് ചെയ്യാം എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡർ ഷുഡ് സ്റ്റേ വിത്ത് ദ കാഷ്വാലിറ്റി അണ്ടിൽ ദ പ്രൊഫഷണൽ ഹെൽപ്പ് അറൈവ്സ്. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വരുന്നത് വരെ എന്ത് ചെയ്യണം? ആ ഒരു പേഷ്യന്റിന്റെ കൂടെ ആര് കാണണം? ഫസ്റ്റ് എയ്ഡർ കാണണം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡർ ക്യാൻ ഡിക്ലെയർ ദ കാഷ്വാലിറ്റി ഡെഡ് ഇഫ് ദെയർ ഈസ് നോ റെസ്പോൺസ്. നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എയ്ഡർ കാഷ്വാലിറ്റിക്ക് എന്താണ്? ബോധമുണ്ടോ, ബോധമില്ലയോ, അലൈവാണോ, ഡെഡ് ആണോ നോക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ഫസ്റ്റ് എയ്ഡറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ക്യാൻ അല്ല, എന്താണ്? ഷുഡ് നോട്ട് ആണ്. ഷുഡ് നോട്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് 1ഉം 3ഉം ആണ് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് എയ്ഡർ സ്കിൽ. ഫസ്റ്റ് എയ്ഡറിന്റെ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, എ ഫസ്റ്റ് എയ്ഡർ മസ്റ്റ് ബി ഏബിൾ ടു അസസ് വൈറ്റൽ സൈൻസ് സച്ച് ആസ് പൾസ്, ബ്രീത്തിങ്, ടെമ്പറേച്ചർ. ഒരു വിക്ടിമിന്റെ അല്ലെങ്കിൽ ഒരു ഇൻജുർഡ് പേഴ്സന്റെ പൾസ്, ബ്രീത്തിങ്, ടെമ്പറേച്ചർ എല്ലാം ആര് നോക്കണം? ഇതെല്ലാം വൈറ്റൽ സയൻസിലാണ്, വൈറ്റൽ സയൻസ് പെടുന്നതാണ്. ഇതെല്ലാം ആര് നോക്കണം? ഫസ്റ്റ് എയ്ഡർ അസസ് ചെയ്തിരിക്കണം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഡയഗ്നോസിസ് ആൻഡ് കെയർ ഫോർ ഫ്രാക്ചേഴ്സ്, ബേൺസ് ആൻഡ് പോയിസണിങ് ആർ പാർട്ട് ഓഫ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്. ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ട്രെയിനിങ് പെടുന്നതാണ്. എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ ഫ്രാക്ചറിന്റെ കെയർ, ബേൺസിന്റെ കെയർ, പോയിസണിങ്, ഇതെല്ലാം വരും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഫസ്റ്റ് എയ്ഡ് ഇൻക്ലൂഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് ഫോർ വിക്ടിം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്.
നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഫസ്റ്റ് എയ്ഡേഴ്സ് ഷുഡ് പെർഫോം സർജറി ഇഫ് നെസസറി. ഫസ്റ്റ് എയ്ഡേഴ്സിന് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1, 2, 3 ആൻഡ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഗോൾഡൻ റൂൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡിന്റെ ഗോൾഡൻ റൂൾസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫസ്റ്റ് എയ്ഡർ ഷുഡ് ആക്ട് ക്വിക്ലി ആൻഡ് റിമെയിൻ കാം. പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യുക, അതുപോലെ തന്നെ കാം ആയിട്ട് ഇരിക്കുക. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു റീ അഷ്യൂറിംഗ് ദ കാഷ്വാലിറ്റി ആൻഡ് ദെയർ റിലേറ്റീവ്സ് ഈസ് ഇമ്പോർട്ടന്റ്. കാഷ്വാലിറ്റി നമ്മൾ റീ അഷ്യൂർ ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ആശ്വസിപ്പിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് എയ്ഡിന്റെ ചുമതലയിൽ പെടുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇഫ് ദർ ഈസ് എ ഫെയിലുവർ ഓഫ് ബ്രീത്തിങ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഷുഡ് ബി സ്റ്റാർട്ടഡ് ഇമീഡിയറ്റ്ലി. അപ്പോൾ ബ്രീത്തിങ്ങിന് പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രീത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ തുടങ്ങണം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദ ഫസ്റ്റ് എയ്ഡർ ഷുഡ് ഹാൻഡിൽ ദ കാഷ്വാലിറ്റി ആസ് മച്ച് ആസ് പോസിബിൾ ഈവൻ ഇഫ് അൺനെസസറി. അൺനെസസറി ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് എയ്ഡർ ആ ഒരു കാഷ്വാലിറ്റിയെ ആസ് മച്ച് ആസ് പോസിബിൾ കെയർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. അൺനെസസറി ആണെങ്കിൽ അവിടെ കെയർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻകറക്റ്റ് ആയിരുന്നു. സോ 4 ഓൺലി, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ബ്ലീഡിംഗ് കൺട്രോൾ ഇൻ ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡിലെ ബ്ലീഡിംഗ് കൺട്രോളുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഡയറക്റ്റ് പ്രഷർ ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു എലിവേഷൻ ഓഫ് ദി ബ്ലീഡിംഗ് ലിംബ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ബ്ലഡ് ഫ്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ലിംബ്, ഏത് ലിംബാണോ, അപ്പർ ലിംബാണോ ലോവർ ലിംബാണോ, ഏത് ലിംബാണോ ബ്ലീഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ എലിവേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഫ്ലോ കുറയ്ക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ടോണിക് വേ ഷുഡ് ബി ദ ഫസ്റ്റ് ഓപ്ഷൻ ഫോർ സ്റ്റോപ്പിംഗ് ബ്ലീഡിംഗ്. ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഡയറക്റ്റ് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു യൂസിംഗ് എ ക്ലീൻ പാഡ് ഓർ ക്ലോത്ത് ടു പ്രസ് ഓൺ ദി വൂണ്ട് ഈസ് റെക്കമെൻഡഡ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ കണ്ടുപിടിക്കേണ്ടത് ശരിയായിട്ടുള്ളതായതുകൊണ്ട് 1, 2, 4 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഫ്രാക്ചേഴ്സ്. ഫ്രാക്ചേഴ്സിന്റെ ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഫ്രാക്ചേഴ്സ് ഷുഡ് ബി ഇമ്മൊബിലൈസ്ഡ് ബിഫോർ മൂവിംഗ് ദി കാഷ്വാലിറ്റി. അപ്പോൾ കാഷ്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രാക്ചേഴ്സ് എല്ലാം ഇമ്മൊബിലൈസ് ചെയ്യണം എന്നാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അഫക്റ്റഡ് ഏരിയ ഷുഡ് ബി സ്പ്ലിന്റഡ് ഇൻ എ കംഫോർട്ടബിൾ പൊസിഷൻ. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു കോൾഡ് ട്രീറ്റ്മെന്റ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് സ്വെല്ലിംഗ് ഇൻ ഫ്രാക്ചേഴ്സ്. ഫ്രാക്ചേഴ്സിന്റെ സ്വെല്ലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫസ്റ്റ് എയ്ഡർ ഷുഡ് ട്രൈ ടു റീപൊസിഷൻ ദി ബ്രോക്കൺ ബോൺ. ബ്രോക്കൺ ബോണിനെ റീപൊസിഷൻ ചെയ്യാനൊന്നും ആര് വരണ്ട, ഫസ്റ്റ് എയ്ഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ 1, 2, 3 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഫസ്റ്റ് എയ്ഡ് കിറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു എ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഷുഡ് ഇൻക്ലൂഡ് ബാൻഡേജസ്, ഗോസ് പാഡ്സ് ആൻഡ് അഡ്ഹസീവ് ടേപ്പ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ട്രയാങ്കുലർ ബാൻഡേജ് ആസ് യൂസ്ഡ് ഫോർ ഫ്രാക്ചേഴ്സ് ആൻഡ് ഇഞ്ചുറീസ്. ട്രയാങ്കുലർ ബാൻഡേജ് ഫ്രാക്ചേഴ്സിനും അതുപോലെ ഇഞ്ചുറീസിനും വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബ്ലാങ്കറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഫോർ വാംത്ത് ഇൻ കേസ് ഓഫ് ഷോക്ക്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ആര് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് എയ്ഡർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സോ നാലാമത്തെയാണ് നമുക്ക് റോങ് ആയിട്ട് കിട്ടിയേക്കുന്ന. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എമർജൻസി റെസ്പോൺസ് ഇൻ കേസ് ഓഫ് കാർഡിയക് അറസ്റ്റ്. കാർഡിയക് അറസ്റ്റിന്റെ എമർജൻസി റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു CPR ഷുഡ് ബി പെർഫോംഡ് ഇമ്മീഡിയറ്റ്ലി ഇഫ് ദർ ഈസ് നോ ബ്രീത്തിങ് ഓർ പൾസ്. ആ ഒരു കാഷ്വാലിറ്റിക്ക് ബ്രീത്തിങ്ങോ പൾസോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, CPR സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഷുഡ് ബി ഗിവൺ ഇഫ് ദി പേഴ്സൺ ഈസ് നോട്ട് ബ്രീത്തിങ്. ആ ഒരു വിക്ടിം ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ചെസ്റ്റ് കംപ്രഷൻ ഷുഡ് ബി ഡീപ് ആൻഡ് അറ്റ് എ കൺസിസ്റ്റന്റ് റിതം. ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ ഡീപ്പായിട്ടും അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റന്റ് റിതമായിട്ട് വേണം കൊടുക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു
A first aider should wait for medical professionals before performing CPR. CPR കൊടുക്കാൻ മെഡിക്കൽ പ്രൊഫഷണൽസ് വരണം എന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, CPR സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ കറക്റ്റ് ആയിട്ട് 1, 2, 3 ആണ് കിട്ടിയേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസർഷനും റീസണും തന്നിട്ടുണ്ട്. അസർഷൻ പറയുന്നത് ഫസ്റ്റ് എയ്ഡർ ഷുഡ് ഓൾവേസ് അസസ് ദി ആക്സിഡന്റ് സീൻ ബിഫോർ പ്രൊവൈഡിങ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു ആക്സിഡന്റ് സീൻ എന്ത് ചെയ്യണം, അസസ് ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്, ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അസർഷൻ കറക്റ്റ് ആണ്. റീസൺ പറയുന്നു ഇവാലുവേറ്റിംഗ് ദ സേഫ്റ്റി ഓഫ് ദ സീൻ ഹെൽപ്പ് പ്രിവെന്റ് ഫർദർ ഹാം ടു ദ ഫസ്റ്റ് എയ്ഡർ ആൻഡ് ദ കാഷ്വാലിറ്റി. ഫസ്റ്റ് എയ്ഡറിനും കാഷ്വാലിറ്റിക്കും പിന്നീട് ഫർദർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണ്, ഹാം ഒക്കെ ആണെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്സിഡന്റ് സീൻ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നതെന്നാണ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോറി, റീസൺ ശരിയാണ്. സോ അസേർഷനും റീസണും ശരിയായതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ പറയുന്നു ഇൻ ഫസ്റ്റ് എയ്ഡ് ABC റൂൾ പ്രയോറിറ്റൈസ് എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. അസേർഷൻ ശരിയാണ്. റീസൺ പറയുന്നു എൻഷുറിംഗ് എ ക്ലിയർ എയർവേ ആൻഡ് റീസ്റ്റോറിംഗ് ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ ക്യാൻ പ്രിവെന്റ് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് ലൈക്ക് കാർഡിയക് അറസ്റ്റ്. റീസണും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസർഷൻ പറയുന്നു എ ടോർണിക്വേ ഷുഡ് ബി യൂസ്ഡ് ആസ് ദി ഫസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റോപ്പ് ബ്ലീഡിംഗ്. ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോർണിക്വേ അല്ല ആദ്യം യൂസ് ചെയ്യേണ്ടത്, എന്താണ്, ഡയറക്റ്റ് പ്രഷർ ആണ്. അസർഷൻ ഇവിടെ റോങ് ആണ്. റീസൺ പറയുന്നു ടോർണിക്വേ കംപ്ലീറ്റ്ലി കട്ട്സ് ഓഫ് ബ്ലഡ് സപ്ലൈ വിച്ച് മേ കോസ് ടിഷ്യൂ ഡാമേജ് ഇഫ് അപ്ലൈഡ് ഫോർ ടു ലോങ്. ഒരുപാട് നേരം നമ്മൾ ടോർണിക്വേ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ കട്ട് ചെയ്യുകയും ചെയ്യും, അതുപോലെ ടിഷ്യൂ ഡാമേജും ഉണ്ടാവും. റീസൺ കറക്റ്റ് ആണ്, പക്ഷേ അസേർഷൻ ഇവിടെ റോങ് ആണ്. സോ ഓപ്ഷൻ ഡി, അസേർഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ പറയുന്നത് ഫസ്റ്റ് എയ്ഡർ ഷുഡ് ഓൾവേസ് റീഅഷ്യൂർ ദി കാഷ്വാലിറ്റി ആൻഡ് ദെയർ റിലേറ്റീവ്സ്. കാഷ്വാലിറ്റിയും റിലേറ്റീവ്സിനെയും റീഅഷ്യൂർ ചെയ്യേണ്ടത് ആരാണ്, ഫസ്റ്റ് എയ്ഡർ ആണ്. അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ പറയുന്നു കീപ്പിംഗ് ദ കാഷ്വാലിറ്റി കാം help reduce shock and improves the effectiveness of first aid treatment. റീസൺ കറക്റ്റ് ആണ്. അസേർഷനും റീസണും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസർഷൻ പറയുന്നു CPR കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ ഷുഡ് ബി പെർഫോംഡ് ഇമീഡിയറ്റ്ലി ഓൺ ആൻ അൺറെസ്പോൺസീവ് പേഴ്സൺ വിത്ത് നോ ബ്രീത്തിങ്. ബ്രീത്തിങ് ഇല്ലാത്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, CPR കൊടുത്തുകൊണ്ട് ആ ഒരു പേഴ്സണെ റീഅഷ്യൂർ ചെയ്തുകൊണ്ട് വരാനായിട്ട് പറ്റും. അസർഷൻ കറക്റ്റ് ആണ്. റീസൺ പറയുന്നു ഡിലേയിങ് CPR ഫോർ മോർ ദാൻ എ ഫ്യൂ മിനിറ്റ്സ് can lead to permanent brain damage due to lack of oxygen. റീസണും കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ബാക്കിയുള്ള പലതരം എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ട്, പലതരം കാര്യങ്ങളുണ്ട്. എവിടെയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമുക്ക് ഹെൽത്തിന് മോശമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് വരുന്നതെന്നൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.